ഏതെങ്കിലും ഷോയുടെ റേറ്റിംഗ് ആണ്, വ്യൂവർഷിപ്പാണ് പുറത്തേക്ക് വന്നെങ്കിൽ നമ്മൾ ആദ്യത്തെ അപ്ഡേറ്റിൽ പറയുന്നത് അത് തന്നെയായിരിക്കും. എന്തായാലും ഇപ്പോൾ റോയുടെ വ്യൂവർഷിപ്പ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ റോയുടെ വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് 1.68 മില്യൺ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് കൂടിയിട്ടുണ്ട്, 1.72 മില്യൺ ആയിട്ടുണ്ട്. 1.72 മില്യൺ വ്യൂവർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. അതായത് കുറച്ച് കൂടിയെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കഴിഞ്ഞത്തെ റോ എപ്പിസോഡ് നമ്മൾ കണ്ടതാണ്, വളരെ മികച്ചൊരു എപ്പിസോഡായിരുന്നു. റോക്ക് വന്നിരുന്നു, റോക്ക് ആ ഒരു സെഗ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, വേറെ ലെവലായിരുന്നു. എന്നിട്ട് പോലും അത്ര റേറ്റിംഗേ വന്നിട്ടുള്ളൂ. സോ റസൽമേനിയ അടുക്കുമ്പോൾ പോലും റേറ്റിംഗ് ഇല്ല എന്ന് പറയുന്നത് കുറച്ച് നിരാശാജനകമായൊരു കാര്യമാണ്. പിന്നെ റോക്ക് വന്നു, അതുപോലെ തന്നെ ആ ഒരു സെഗ്മെൻറ്റ്സ് ഇതൊക്കെ ഉണ്ടായിട്ട് റേറ്റിംഗ് കുറഞ്ഞു പോയി. എന്തായാലും എന്താണ് റോയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയില്ല. 1-2 വർഷമായിട്ട് ഇങ്ങനെയാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇനി നമുക്ക് എന്തായാലും അടുത്ത അപ്ഡേറ്റിലേക്ക് പോകാം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡ്രൂ മക്കിൻ്റെ ബ്ലഡ് ലൈനിൽ ചേരാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ ഒരു ഇമേജ് പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ റോയുടെ ബാക്ക് സ്റ്റേജ് R-Truth അതുപോലെ തന്നെ നമ്മുടെ മിസ്സു ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ പുറകിലായിട്ട് നമുക്ക് ഡ്രൂ മക്കിൻ്റെയും പോൾ ഹേമനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പലരും ചോദിക്കുന്നത് ബ്ലഡ് ലൈനിലേക്ക് ഡ്രൂ മക്കിൻ്റെ ചേരാനുള്ള സാധ്യതകളുണ്ടോ എന്നാണ്. എന്തായാലും അറിയില്ല. സോ ഒരു പിക്ചർ എന്തിനാണ് WWE അവിടെ കാണിച്ചതെന്ന് എനിക്കറിയില്ല. സാധാരണ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ പുറകിൽ ആരെയും വെക്കാത്ത കണ്ട് ബട്ട് എന്തെങ്കിലും ക്ലൂ WWE തന്നെയാണോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയണം. എന്തായാലും ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കുറച്ച് നിരാശാജനകമായ ഒരു അപ്ഡേറ്റാണ്. അതായത് റിച്ച് ഹാലൻഡ് WWE നിന്ന് പോകുന്നു, അല്ലെങ്കിൽ ഇൻട്രിങ്ങിൽ നിന്ന് അദ്ദേഹം വിരമിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ നടന്ന NXT എപ്പിസോഡിൽ പറഞ്ഞത്. സോ എന്തുകൊണ്ടാണ് അദ്ദേഹം WWE നിന്ന് പോകുന്നത് അല്ലെങ്കിൽ ഇൻട്രിങ്ങിൽ നിന്ന് വിരമിക്കുന്നതെന്ന് അറിയില്ല. ഒരുപക്ഷെ അദ്ദേഹം കാരണം കുറേ സൂപ്പർ സ്റ്റാർസിന് ഇഞ്ചറി പറ്റിയിട്ടുണ്ട്. പിന്നെ അത്ര വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ടൊന്നും മാറാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. WWE മെയിൻ റോസ്റ്ററിൽ ചെന്നു, ഇപ്പോൾ NXT വന്നു. NXTയിലെ ഫസ്റ്റ് റൺ അദ്ദേഹത്തിന് കുഴപ്പമില്ലായിരുന്നു. ഫ്യൂച്ചർ ബ്രോക്ക് ലെസ്നർ എന്നൊക്കെ വരെ എല്ലാവരും അദ്ദേഹത്തെ വിളിച്ചിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു റൺസൊന്നും അത്ര ശരിയായിട്ടില്ല. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കും അദ്ദേഹം ഇൻട്രിങ്ങിൽ നിന്ന് കുറച്ച് മാറിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടാതെ WWE ഇപ്പോൾ അദ്ദേഹത്തെ അലൂമിനി സെക്ഷനിലേക്ക് മാറിയിട്ടുണ്ട്. സോ റിട്ടയർമെൻ്റ് ആണോ, WWE നിന്ന് പോവുകയാണോ, അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് പറയാവുന്നതാണ്. എന്തായാലും ഇപ്പോൾ WWE അദ്ദേഹത്തെ അലൂമിനി സെക്ഷനിലേക്ക് മാറിയിട്ടുണ്ട്. ഇനിയും ഇൻട്രിങ് പെർഫോമൻസ് അധികം ഉണ്ടാകില്ലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇനി AEWയിലേക്ക് പോകാനോ വല്ല ആണോന്നും അറിയില്ല. എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയണം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രോക്ക് ലെസ്നറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. അതായത് നമുക്കറിയാം ബ്രോക്ക് ലെസ്നർ അപ്പോൾ തിരിച്ചു വരുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാം. എങ്കിലും ഇപ്പോൾ പുറത്തേക്ക് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് അടുത്ത റസൽമേനിയ 41 നടക്കാൻ പോകുന്നത് മിനിസോട്ടയാണ്. മിനിസോട്ട ബ്രോക്ക് ലെസ്നറിൻ്റെ ഹോം ടൗൺ ആണ്. സോ അവിടെ വെച്ച് അദ്ദേഹം, അല്ലെങ്കിൽ അവിടെ ബിലോങ് ചെയ്യുന്ന വ്യക്തിയാണ് ബ്രോക്ക് ലെസ്നർ. സോ അവിടെ വെച്ച് അദ്ദേഹം വിരമിക്കാനുള്ള സാധ്യതകളുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. സോ ചിലപ്പോൾ ബ്രോക്ക് ലെസ്നറിൻ്റെ ഒരു മാച്ച് നമുക്ക് റസൽമേനിയ 41 കാണാൻ സാധിക്കും. അതുപോലെ തന്നെ WWE ബ്രോക്ക് ലെസ്നറെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ഈ ഒരു അലിഗേഷനൊക്കെ എത്രയും പെട്ടെന്ന് മാറ്റി കൊണ്ടുവരാൻ WWE ശ്രമിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് റസൽമേനിയ 41 ബ്രോക്ക് ലെസ്നറെ കാണാൻ സാധിച്ചു വരാം. ചിലപ്പോൾ അത് ബ്രോക്ക് ലെസ്നറെ അവസാനമായിട്ട് കാണുന്നതായിരിക്കും. ഒരുപക്ഷെ ഇതിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ച് അവിടെയൊക്കെ ഉണ്ടായെന്ന് വരാം. സോ എന്തായാലും ഇതൊക്കെ ഒരു അസംശയം മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ രീതി കണ്ടാൽ മതി. എന്തായാലും പലരും ചോദിക്കുന്നുണ്ട് ബ്രോക്ക് ലെസ്നറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന്. അതുകൊണ്ട് മാത്രമാണ് ഇത് കവർ ചെയ്തത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റോമൻ റീഡ്സ് പറഞ്ഞൊരു കാര്യമാണ് ജോൺസിനെ കുറിച്ച്. അതായത് അദ്ദേഹം പറയുകയാണ് ജോൺസിനെ 16 ടൈം വേൾഡ് ചാമ്പ്യനൊക്കെ ആയിരിക്കും, പക്ഷേ എൻ്റെ ഈ ഒരു 4 ടൈം ആ ഒരു റൺ തന്നെ മതി 16 ടൈം ജോൺസിൻ്റെ ആ ഒരു റണ്ണിനെ ഇല്ലാതാകാൻ. കാരണം ഇപ്പോൾ തന്നെ ഞാൻ എത്ര വർഷം ചാമ്പ്യനായി നിന്നു. സോ അതുകൊണ്ട് തന്നെ ഈ 16 ടൈം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി മാച്ച് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ അതിനെ പൊട്ടിച്ച് കഴിഞ്ഞെന്നാണ് റോമൻ റീഡ്സ് പറയുന്നത്. അതായത് 4 ടൈമിൽ അദ്ദേഹം വലിയൊരു റൺ നടത്തി. അതായത് കുറച്ച് ചാമ്പ്യൻഷിപ്പ് അദ്ദേഹത്തിൻ്റെ ഉള്ളെങ്കിൽ പോലും അതിലൊരു വലിയ റണ്ണാണ് താൻ നടത്തിയിരിക്കുന്നത്. ബട്ട് ജോൺസിനെ 16 ടൈം വേൾഡ് ചാമ്പ്യൻ ആണെങ്കിൽ പോലും ഇത്ര വലിയ റൺസൊന്നും അദ്ദേഹം നടത്തിയിട്ടില്ല. സോ എന്തുകൊണ്ടും ജോൺസിനെക്കാട്ടി മികച്ചൊരു ചാമ്പ്യൻ, അല്ലെങ്കിൽ WWEയിലെ ഏറ്റവും മികച്ച സൂപ്പർ സ്റ്റാർ സ്ഥാനാണെന്നാണ് റോമൻ റീഡ്സ് ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കെവിൻ ഓവൻസ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്. റസൽമേനിയ 32 കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് റസൽമേനിയ 32 അണ്ടർടേക്കർ വേഴ്സസ് ഷെയ്ൻ ഓമക് മാച്ച് നടന്നിരുന്നു, നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ അവിടെ നടക്കേണ്ട മാച്ച് എന്ന് പറയുന്നത് കെവിൻ ഓവൻസ് വേഴ്സസ് അണ്ടർടേക്കർ മാച്ചായിരുന്നു എന്നാണ് കെവിൻ ഓവൻസ് ഇപ്പോൾ പറയുന്നത്. WWEയുടെ ബാക്ക് സ്റ്റേജിൽ ഫസ്റ്റ് ഡിസ്കഷൻ നടന്ന് അണ്ടർടേക്കർ വേഴ്സസ് കെവിൻ ഓവൻസ് മാച്ച് വെക്കാൻ തന്നെയായിരുന്നു. പിന്നെ ആ ഒരു പ്ലാൻസ് മാറ്റുകയായിരുന്നാണ് കെവിൻ ഓവൻസ് പറഞ്ഞത്. പക്ഷേ നല്ലൊരു മാച്ച് തന്നെയായിരുന്നു ഷെയ്ൻ ഓമക്കും അതുപോലെ തന്നെ അണ്ടർടേക്കറും തമ്മിലുള്ള മാച്ച്. ഷെയ്ൻ ഓമക്ക് ആ ഒരു മണ്ടയ്ക്കൊന്നും ചാടിയത്, അണ്ടർടേക്കർ അവിടെ നിന്ന് എണ്ണിച്ച് മാറിയ സംഭവങ്ങളൊക്കെ വേറെ ലെവലായിരുന്നു. കാരണം വേറെ ലെവലൊരു മാച്ച് തന്നെയായിരുന്നു. സോ നമുക്കതിൽ പരാതിയില്ല. അതായത് കെവിൻ ഓവൻസ് അണ്ടർടേക്കർ മാച്ച് പരാതിയില്ല. നമ്മൾ കണ്ടൊരു മാച്ച് നല്ലൊരു മാച്ചായിരുന്നു. ബട്ട് എപ്പോഴെങ്കിലും കെവിൻ ഓവൻസ് വേഴ്സസ് അണ്ടർടേക്കർ മാച്ചിന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയണം. കാരണം അണ്ടർടേക്കർ WWE നിന്ന് റിട്ടയർ ആയി കഴിഞ്ഞു. സോ എന്തായാലും കെവിൻ ഓവൻസിന് വലിയൊരു അവസരം നഷ്ടപ്പെട്ടു. ബട്ട് നമ്മൾ കണ്ട മാച്ച് എന്ന് പറയുന്നത് വേറെ ലെവൽ മാച്ചായിരുന്നു ഷെയ്ൻ ഓമക് അണ്ടർടേക്കർ.